പ്രിയപ്പെട്ട കുട്ടികളെ, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് അസെന്റ് ഓഫ് സാപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ചില തിയറികളായിരുന്നു. അതിൽ 3 പ്രധാനപ്പെട്ട തിയറി ഉണ്ട്. ഒന്ന് വൈറ്റൽ ഫോഴ്സ് തിയറി, സെക്കൻഡ് വൺ റൂട്ട് പ്രഷർ തിയറി, തേർഡ് വൺ ഫിസിക്കൽ ഫോഴ്സ് തിയറി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫിസിക്കൽ ഫോഴ്സ് തിയറിയാണ്. നമുക്കറിയാം ഫിസിക്കൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ there must be some force behind the water absorption. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോഴ്സ് വാട്ടർ അബ്സോർപ്ഷന്റെ പിറകിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ആ സോഴ്സ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ ഞാനൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഫിസിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത്? ഫിസിക്കൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ വ്യക്തമായിട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവണം. ഇപ്പം ഇദ്ദേഹം ഓടുന്നത് പിറകിൽ നിന്ന് കുറെ ആൾക്കാർ ഓടിക്കുന്നതുകൊണ്ടാണ് ആണല്ലോ. അപ്പൊ there must be some force secret behind the water absorption. അപ്പൊ അങ്ങനെ ഒരു സീക്രട്ട് വാട്ടർ അബ്സോർപ്ഷന്റെ പിറകിലുണ്ട്. എന്താണ് അത് നമുക്ക് നോക്കാം. എന്താണ് ഫിസിക്കൽ ഫോഴ്സ് തിയറി? ദിസ് തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് the force responsible for ascent of sap are purely physical in nature and even dead cell can raise water. Many physical force theories are there. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫിസിക്കൽ ഫോഴ്സ് ഉണ്ട് വാട്ടർ അബ്സോർപ്ഷന്റെ പിറകിൽ. ആ ഫോഴ്സിന്റെ ബേസിലാണ് വാട്ടർ അബ്സോർപ്ഷൻ നടക്കുന്നത്. നമുക്ക് നോക്കാം. നമ്മൾ ഇതായിരുന്നു നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിലെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സാധനങ്ങളാണിത്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ടാവും എന്തൊക്കെയാണ് ascent of sap in the theory. ചില പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ എസ്സേ ചോദിക്കാം. What are the important sources of, what are the important theories of forces of physical setup with regard to the ascent of sap? പ്രധാനമായിട്ട് 3 തിയറികളാണ്. ഒന്ന് വൈറ്റൽ തിയറീസ്, റൂട്ട് പ്രഷർ തിയറി ആൻഡ് ഫിസിക്കൽ ഫോഴ്സ് തിയറി. ഇതിൽ നമ്മൾ വൈറ്റൽ തിയറി പറഞ്ഞിട്ടുണ്ട്, റൂട്ട് പ്രഷർ തിയറി പറഞ്ഞിട്ടുണ്ട്. നൗ വി ആർ ഡിസ്കസിങ് ഫിസിക്കൽ ഫോഴ്സ് തിയറി. ഫിസിക്കൽ ഫോഴ്സ് തിയറി എത്ര ടൈപ്പ് ഉണ്ട്? 4 എണ്ണം ഉണ്ട്. ഒന്ന് ഇൻബൈബിഷൻ തിയറി, then atmospheric pressure theory, capillary force theory and cohesion tension theory or coercive and adhesive theory. ഇത്രയും തിയറികളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതാണ് ഫിസിക്കൽ തിയറി എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടി അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കാരണം there must be a physical force behind the absorption of water. നോക്കാം എന്താണ് ഫിസിക്കൽ ഫോഴ്സ് തിയറി എന്ന് പറയുന്നത്. ഫിസിക്കൽ ഫോഴ്സ് തിയറി suggest that an ascent of sap takes place through the dead xylem vessels. The mechanism is entirely physical and living cells are not involved. അപ്പൊ വാട്ടർ അബ്സോർപ്ഷന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ ഫോഴ്സ് ആണ്. That mechanical force is purely depends upon the physical things and living cells are not involved. അവിടെ ലിവിങ് സെൽസ് ഇൻവോൾവ് ചെയ്യുന്നേ ഇല്ല. അങ്ങനെയുള്ള തിയറിയുടെ പേരാണ് ഫിസിക്കൽ ഫോഴ്സ് തിയറി എന്ന് പറയുന്നത്. The physical force theory are again divided into 4 important categories. They are atmospheric pressure theory, capillarity theory, imbibitional theory and cohesion tension theory. ഇത്രയും തിയറികളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തത് എന്താണ് അറ്റ്മോസ്ഫറിക് പ്രഷർ തിയറി? You see what is atmospheric pressure theory? This does not seem to be convincing. ഇത് പലപ്പോഴും ഒരു കൺവിൻസിങ് തിയറി അല്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും for the time being we can see what is the actual fact behind the physical theories like atmospheric pressure theory. എന്താണ്? ഒന്ന്, it cannot act on water present in the xylem in roots. It cannot act on water present in xylem in root. In case it is working, then also it will not be able to raise water beyond 34. അപ്പൊ അതുകൊണ്ട് അറ്റ്മോസ്ഫറിക് പ്രഷർ ഒരിക്കലും ഒരു വാട്ടർ അബ്സോർപ്ഷന് അത്യാവശ്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല എന്നാണ് സയൻസ് പറയുന്നത്. ദെൻ എന്താണ് ഇംബൈബിഷൻ തിയറി? ഷാസ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫിസിയോളജിസ്റ്റ് ആണ് ഈ പറയുന്ന ഇംബൈബിഷൻ തിയറി ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ് ഇദ്ദേഹം പറയുന്നത്? ഷാസ് 1878 believed that water is imbibed through the cell wall material and translocated upwards. അപ്പം പലപ്പോഴും ഈ പറയുന്ന സെൽ വാൾ മെറ്റീരിയലിന്റെ ബേസിൽ ഇംബൈബിഷൻ നടന്നുകൊണ്ടാണ് വെള്ളം മുകളിലോട്ട് പോകുന്നതാണ് ഇദ്ദേഹം പറയുന്നത്. സോ തിയറി സ്റ്റേറ്റ് ദാറ്റ് ascent of sap takes place through the wall, but it is evident that water is translocated through the lumen of the vessels. വെള്ളം എപ്പോഴും മുകളിലോട്ട് പോകുന്നത് ഒരു വെസൽസിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന വെസൽസിനുള്ളിലുള്ള ലൂമന്റെ ബേസിലാണ് ഈ തിയറി പോകുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പർട്ടിക്കുലർ കൺസെപ്റ്റ് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് ഇംബൈബിഷൻ തിയറി ഈസ് ആൾസോ വെരി ഇമ്പോർട്ടന്റ് ആസ് ഫാർ ആസ് ഫിസിക്കൽ തിയറീസ് ആർ കൺസേൺഡ്. അപ്പം ഇതിൽ 2 തിയറി ഇപ്പൊ നമ്മൾ പറഞ്ഞു. ഒന്ന് അറ്റ്മോസ്ഫറിക് തിയറി, അത് അത്രമേൽ പ്രസക്തമല്ല എന്ന് നമുക്കറിയാം. രണ്ടാമത്തെ തിയറിയാണ് ഇംബൈബിഷൻ തിയറി. Then next one is capillarity theory എന്ന് പറയുന്ന തിയറി ഉണ്ട്. What is actually capillarity theory? Bohm 1809 suggests that xylem vessels behave like the capillary tube.
അല്ലെ? ഒരു ഫിസിക്കൽ ഫോഴ്സ് ആണ്. ഇപ്പൊ നമ്മൾ ഒരു ജ്യൂസ് കുടിക്കുന്ന സമയത്ത് അതിലോട്ട് സ്ട്രോ വെക്കുമല്ലോ. അപ്പൊ നമ്മൾ വലിക്കാതെ തന്നെ സ്ട്രോയിലോട്ട് കുറച്ച് ജ്യൂസ് കയറുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കാപ്പിലറി മൂവ്മെന്റ്. നമ്മൾ വാട്ടറിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാപ്പിലാരിറ്റി എന്ന് പറയുന്നത്. കാപ്പിലാരിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ഓഫ് ദ വാട്ടർ ടു മൂവ് അപ്വേർഡ്സ് വിത്തൗട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് എനി എനർജി. ഇറ്റ് ഈസ് കോൾഡ് കാപ്പിലാരിറ്റി ഓർ കാപ്പിലറി മൂവ്മെന്റ്. അപ്പൊ കാപ്പിലറി ഫോഴ്സ് എന്ന് പറയുന്ന ഫോഴ്സിന്റെ എന്നത് ഒരു ഫിസിക്കൽ ഫോഴ്സ് ആണ്. ഈ ഫിസിക്കൽ ഫോഴ്സിന്റെ ബേസിൽ നന്നായിട്ട് വെള്ളം മുകളിലോട്ട് കയറാം എന്നാണ് ഈ തിയറി പറയുന്നത്. സോ വാട്ട് ഈസ് ആക്ച്വലി ദ കാപ്പിലാരിറ്റി തിയറി? The theory suggested that the xylem vessels behave like a capillary tube. Now, he believed that this capillarity of the vessels and the normal atmospheric pressure are responsible for the ascent of sun. അപ്പൊ ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഈ കാപ്പിലാരിറ്റിയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന വെസൽസിന്റെ നോർമൽ അറ്റ്മോസ്ഫിയറിക് പ്രഷറുമാണ് വെള്ളം മുകളിലോട്ട് കയറാൻ കാരണം എന്നായിരുന്നു. The theory was credited due to the fact that the capillarity force can raise water in the stem only up to certain height. അപ്പോൾ വളരെ ചെറിയൊരു ഹൈറ്റിൽ മാത്രമേ കാപ്പിലാരിറ്റി മൂവ്മെന്റ് വഴി വെള്ളം കയറും. അതുകൊണ്ട് തന്നെ ഈ തിയറി കൂടുതൽ പോപ്പുലറൈസ് ചെയ്യപ്പെടുകയും ചെയ്തില്ല, ഇത് ഡിസ്കാർഡ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. Again, it is evident that narrower the bore of the tube or greater will be the rise of the water column. അപ്പം ചെറിയ ഒരു നാരോ ട്യൂബ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും വെള്ളം മുകളിലോട്ട് കയറുന്ന പറഞ്ഞത്. എന്നിരുന്നാൽ പോലും ഈ തിയറിക്ക് കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടാതിരിക്കുകയും ഈ തിയറി ഡിസ്കാർഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. The tallest tree should have the vessels of narrowest bore, but there is no such observation. അതേസമയം തൊട്ടുമ്പ് പറഞ്ഞ നാരോ ട്യൂബ് ഉണ്ടെങ്കിൽ വെള്ളം മുകളിലോട്ട് കയറുന്നൊക്കെ പറഞ്ഞിരുന്നു. ബട്ട് വി ക്യാൻ സേ ദാറ്റ് ഒരിക്കലും വലിയ പ്ലാന്റുകളിൽ അത്തരത്തിലുള്ള വാട്ടർ മൂവ്മെന്റ് ഒരിക്കലും കണ്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കാപ്പിലറി തിയറി എന്ന് പറയുന്നത് ഒരു പോപ്പുലർ തിയറി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം ഇതുവഴി വെള്ളം കയറുന്നതിന്റെ അല്ലെങ്കിൽ വെള്ളം അവൈലബിൾ ആവുന്നതിന്റെ സാധ്യത വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പോൾ 3 തിയറി നമ്മൾ പറഞ്ഞു. ഒന്ന് അറ്റ്മോസ്ഫിയറിക് തിയറി, സെക്കൻഡ് വൺ യു ക്യാൻ സി imbibition theory, and third one is called capillarity theory. And the third one, it is very important, transpiration pull or cohesion water theory. വളരെ പ്രധാനപ്പെട്ട തിയറിയാണ് ട്രാൻസ്പിറേഷൻ പുൾ ഓർ കോഹഷൻ ഓഫ് വാട്ടർ തിയറി. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാം. ദിസ് തിയറി വാസ് ഒറിജിനലി പ്രൊപ്പോസ്ഡ് ബൈ ഡിക്സൺ ആൻഡ് ജോളി. അതുകൊണ്ട് ഈ തിയറിയെ നമ്മൾ ഡിക്സൺ ആൻഡ് ജോളി തിയറി എന്നും പറയാറുണ്ട്, ഓർ ഡിക്സൺ ആൻഡ് ജോളി കൺസെപ്റ്റ് എന്നും പറയാറുണ്ട്. ആൻഡ് ഗ്രേറ്റ്ലി സപ്പോർട്ടഡ് ആൻഡ് ഇലാബറേറ്റഡ് ബൈ ഡിക്സൺ. ഇതിനെ ഏറ്റവും കൂടുതൽ എലാബറേറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചിരിക്കുന്നത് ഡിക്സൺ ആണ്. ദിസ് തിയറി ഈസ് വെരി കൺവീൻസിങ് ആൻഡ് ഹാസ് നൗ ബീൻ വൈഡ്ലി സപ്പോർട്ടഡ് ബൈ മെനി വർക്കേഴ്സ്. ഇപ്പൊ സയൻസിന്റെ ബേസിൽ ഏറ്റവും നല്ല ഒരു അസെന്റ് ഓഫ് സാപ്പ് തിയറി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഒന്നും നോക്കാതെ പറയുന്നത് ഇറ്റ് ഈസ് ദ തിയറി ഓഫ് ഡിക്സൺ. ദാറ്റ് തിയറി ഈസ് കോൾഡ് cohesion theory, or we can say that transpiration pull or cohesion theory. It is based on the following features. എന്തൊക്കെയാണ് അതിന്റെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ഒന്ന്, cohesive and adhesive property of water molecule to form a continuous water column in the xylem. അപ്പൊ കോസീവ് ആൻഡ് അഡ്ഹസീവ് ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് ഒരു കണ്ടിന്യൂസ് വാട്ടർ കോളം ഇതിനുണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ധർമ്മം. 2, ട്രാൻസ്പിരേഷൻ പുൾ എക്സേർട്ടഡ് ഓൺ ദിസ് വാട്ടർ കോളം. അപ്പൊ അതേപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും ട്രാൻസ്പിരേഷൻ പുള്ളും ഇതിന്റെ മുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്. ഒന്ന്, ട്രാൻസ്പിരേഷൻ പുൾ എന്ന് പറയുന്ന ഒരു ഫോഴ്സും മറ്റൊന്ന് കോസീവ് ആൻഡ് അഡ്ഹസീവ് ഫോഴ്സും ഉണ്ടാവുന്നു. ഈ 2 ഫോഴ്സും കൂടി ഇൻവോൾവ് ചെയ്യുന്നതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദിസ് തിയറി ഈസ് പോപ്പുലർലി accepted since it has a capacity to absorb maximum water. എന്താണ് കോഷൻ ടെൻഷൻ തിയറി എന്ന് നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് നിർബന്ധമായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The Quotient tension model explain how water travel up the xylem to leaves. Quotient tension എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. കോഷൻ എന്ന് പറയുന്നത് വാട്ടർ തമ്മിൽ ബൈൻഡ് ചെയ്യുന്നതാണ്. അഡ്ഹഷൻ എന്ന് പറയുന്നത് വാട്ടറും സൈലവും തമ്മിൽ അടയുന്നതാണ്. ഇനി ഇത് രണ്ടും വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നടക്കണം. ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് ചെടിയുടെ മുകളിൽ ഇലകളിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പൊ ആ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ടെൻഷൻ ഉള്ളിലോട്ട് വരികയും ആ ടെൻഷൻ ആനുപാതികമായിട്ട് വെള്ളം മുകളിലോട്ട് വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്. ലീഫ് ഹാവ് ന്യൂമറസ് ഓപ്പണിംഗ് കോൾഡ് സ്റ്റൊമാറ്റ. ലീവ്സിന് ഒരുപാട് നല്ല ഓപ്പണിങ്സ് ഉണ്ട്. ദാറ്റ് ഓപ്പണിംഗ് ഇസ് കോൾഡ് സ്റ്റൊമാറ്റ. അറിയാലോ, when the stomata are open, stomata open ചെയ്യുന്ന സമയത്ത് water evaporates from the interior of the leaf to the outside air. A process is called transpiration. Stomata open ചെയ്യുന്ന സമയത്ത് വെള്ളം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വന്ന തിയറി. അപ്പൊ ഇവിടെ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നു. സ്റ്റൊമാറ്റ ലീഫിലാണുള്ളത്. ലീഫിലുള്ള സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ട്രാൻസ്പിരേഷൻ നടക്കുന്നു. ട്രാൻസ്പിരേഷൻ വഴി വെള്ളം നഷ്ടപ്പെടുന്നു in the form of water vapor. നോ, എന്തൊക്കെയാണ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഫാക്ടുകൾ നമുക്ക് നോക്കാം വളരെ പെട്ടെന്ന്.
A plant leaves transpire water. A tension is created that pull water from root to leaves. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് വെള്ളം പുറത്തോട്ട് കളയുന്നു. This tension is maintained because water molecule display an attraction to one another called the cohesion. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവുകയും ആ ടെൻഷൻ ഉള്ളിലോട്ട് വരികയും ചെയ്യുന്നു. This tension is maintained, നിലനിൽക്കപ്പെടുന്നു, because water molecule display an attraction to one another called a cohesion. Hydrogen bond among water molecule resist uprooting, that is cohesion, so water is pulled upward as a continuous fluid column. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന വാട്ടർ മോളിക്യൂള് തമ്മിൽ പരസ്പരം ഹൈഡ്രജൻ ബോണ്ടുകളാൽ ബന്ധിപ്പിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ ഒരു കോളനായിട്ട് ആക്ട് ചെയ്യപ്പെടുകയും ആ കോളൻ എന്തായി മാറുന്നു, വെള്ളത്തിന്റെ ഒരു ചാനലായിട്ട് മുകളിലോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പൊ നമ്മൾ പറയേണ്ടത് ഈ വാട്ടറും ഇനി സൈലും തമ്മിൽ ഒരു അസോസിയേഷൻ ഉണ്ടാവുന്നു. അതാണ് പറയാൻ പോകുന്നത്. വാട്ടർ ആൾസോ അഡ്ഹർ ടു ദ സൈലം എലമെന്റ് ഇൻ പ്രോസസ് കോൾഡ് അഡ്ഹഷൻ. അപ്പൊ വെള്ളം അതിനാനുപാതികമായിട്ട് ഈ പറയുന്ന സൈലം എലമെന്റിനോട് ചേർന്ന് നിൽക്കുന്നു. അപ്പം വെള്ളം തമ്മിൽ ഒരു ബന്ധം, സൈലവും അതേപോലെ തന്നെ വെള്ളവും തമ്മിൽ അഡ്ഹസീവോസുമായി ബന്ധം, അങ്ങനെ ഒരു ചാനൽ, ഒരു കോളമായിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു. ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ആൻഡ് വാട്ടർ മോളിക്യൂൾ ഡിഫ്യൂസ് ഇൻ ടു ദ എയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പിറേഷൻ. അങ്ങനെ ആകാശത്തിന്റെ അടുത്ത്, അതായത് ഇലകളിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ട്രാൻസ്പിറേഷന് വഴിയൊരുക്കുന്നു സ്റ്റൊമാറ്റ. അങ്ങനെ സ്റ്റൊമാറ്റ ട്രാൻസ്പിറേഷൻ വഴിയൊരുക്കുന്ന സമയത്ത് ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്കിങ്ങിന്റെ ഭാഗമായിട്ട് വാട്ടർ വേപ്പർ ആയിട്ട് ഇത് റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ദിസ് ഈസ് ദ കണ്ടിന്യൂസ് പ്രോസസ് ദാറ്റ് ഈസ് ഹാപ്പനിങ് ഇൻ ദ പ്ലാന്റ്. ദിസ് ഈസ് ദ റിയൽ സ്റ്റോറി ഓർ ദിസ് ഈസ് ദ റിയൽ തിയറി ബിഹൈൻഡ് ദിസ് പർട്ടിക്കുലർ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. അപ്പൊ ഇവിടെ വളരെ പ്രധാനപ്പെട്ട കുറെ കൺസെപ്റ്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ട്രാൻസ്പിറേഷൻ, എന്താണ് കൊഹഷൻ, എന്താണ് കൊഹഷൻ ആൻഡ് അഡ്ഹഷൻ. അപ്പൊ ട്രാൻസ്പിറേഷൻ നടക്കുന്നതിന്റെ ആനുപാതികമായിട്ടാണ് വെള്ളം മുകളിലോട്ട് വലിച്ചെടുക്കുന്നത്. ആ വലിച്ചെടുക്കുന്ന പ്രക്രിയയിൽ രണ്ട് പ്രധാനപ്പെട്ട ഫോഴ്സ് ഉണ്ട്. അതൊന്ന് ട്രാൻസ്പിറേഷനും മറ്റൊന്ന് കോഷനുമാണ്. ഇനി യഥാർത്ഥത്തിൽ കോഷൻ ടെൻഷൻ തിയറി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഇത്രയുള്ള കൺസെപ്റ്റ്: ഇവാപറേഷൻ ഓഫ് വാട്ടർ ഫ്രം ദ സ്റ്റൊമാറ്റ ക്രിയേറ്റിംഗ് എ ടെൻഷൻ that pull the water column from the root to the leaf. അപ്പൊ ഈ ട്രാൻസ്പിറേഷൻ ഉണ്ടാക്കുന്ന ടെൻഷന്റെ ആനുപാതികമായിട്ടാണ് ഒരു ടെൻഷൻ ഉണ്ടാവുകയും ആ ടെൻഷൻ വെള്ളം മുകളിലോട്ട് വലിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കോഷൻ ടെൻഷൻ തിയറി. വാട്ടർ റൈസ് ത്രൂ ദ സൈലം വെസൽസ് ബിക്കോസ് കോഷൻ ആൻഡ് അഡ്ഹഷൻ ഫോഴ്സ്. എന്താണ് കോഷൻ? വാട്ടർ മോളിക്യൂൾ ആർ അട്രാക്റ്റഡ് ടു ഈച്ച് അതർ. അഡ്ഹഷൻ വാട്ടർ മോളിക്യൂൾ form hydrogen bond with the xylem cell wall. Root pressure created when water enter into the root cell via osmosis. അപ്പൊ ഇവിടെ അതേപോലെ തന്നെ റൂട്ട് പ്രഷർ ഉണ്ട്. ഈ റൂട്ട് പ്രഷറിന് അനുപാതികമായിട്ട് വെള്ളം വലിച്ചെടുക്കുന്നു. ആ വെള്ളം കോസീവ് ആൻഡ് അഡസീവ് വഴി വീണ്ടും ചെടികളുടെ ഇലകളിൽ എത്തുന്നു. ഇലകളിൽ അത് ട്രാൻസ്പിറേഷൻ നടത്തുന്നു. ട്രാൻസ്പിറേഷന്റെ ഭാഗമായിട്ട് ജലം നഷ്ടപ്പെടുന്നു. വീണ്ടും ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുകയും ആ ടെൻഷന്റെ ആനുപാതികമായിട്ട് വീണ്ടും വെള്ളം മുകളിലോട്ട് പോവുകയും ചെയ്യുന്നു. Because of the cohesion, new water molecule is drawn from the xylem which is replaced by water from the roots. അങ്ങനെ വെള്ളം നഷ്ടപ്പെടുന്നതിന് ആനുപാതികമായിട്ട് പുതിയ വെള്ളം ഇങ്ങനെ മുകളിലോട്ട് പോവുകയും ഈ പ്രോസസ് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയും ചെയ്യുന്ന പ്രക്രിയയാണ് കോഷൻ ആൻഡ് അഡ്ഹഷൻ തിയറി എന്ന് പറയുന്നത്. This is the most popular and widely accepted theory, and the ascent of sap is clearly explained by the help of this കോഷൻ ടെൻഷൻ theory. So explain what is കോഷൻ ടെൻഷൻ theory. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അബ്സോർപ്ഷൻ മെക്കാനിസം ആണ്. ഈ കഴിഞ്ഞ എല്ലാ വീഡിയോകളിലും ഈ പറയുന്ന 3-4 വീഡിയോകളിലായിട്ട് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ക്ലിയർ ആയിട്ട് പഠിക്കണം. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഒന്ന്, എന്തൊക്കെയാണ് അബ്സോർപ്ഷൻ? വളരെ സിമ്പിൾ ആയിട്ട് അബ്സോർപ്ഷനെ 3 ആയിട്ട് പറയാം. ദാറ്റ് ഈസ് അപ്പോപ്ലാസ്റ്റിക്, സിംപ്ലാസ്റ്റിക് ആൻഡ് ട്രാൻസ്മെംബ്രെയിൻ പാത്വേ. ദെൻ പാസീവ് അബ്സോർപ്ഷൻ, ഓസ്മോസിസ്, ഡിഫ്യൂഷൻ ആൻഡ് പറയൂ ഇംബൈബിഷൻ. ദെൻ ആക്റ്റീവ് അബ്സോർപ്ഷൻ 2 രീതിയിൽ പറഞ്ഞു, ഓസ്മോട്ടിക്, നോൺ ഓസ്മോട്ടിക്. പിന്നെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് അസെന്റ് ഓഫ് സാപ്പ് തിയറി പറഞ്ഞു. അതിൽ 3 തിയറി ഉണ്ട്. ദാറ്റ് ഈസ് വൈറ്റൽ ഫോഴ്സ് തിയറി, റൂട്ട് പ്രഷർ തിയറി ആൻഡ് ഫിസിക്കൽ ഫോഴ്സ് തിയറി. ഫിസിക്കൽ ഫോഴ്സ് തിയറിയിൽ വളരെ പ്രധാനപ്പെട്ട തിയറിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് പറഞ്ഞിട്ടുള്ള കോഷൻ ടെൻഷൻ തിയറി. ഓക്കെ, താങ്ക് യു.